ആരോഗ്യമന്ത്രിയുമായുള്ള തുടർ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായതോടെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാൻ ആശാപ്രവർത്തകർ. സമരസമിതി നേതാക്കൾ മന്ത്രിയുടെ ചേംബറിൽ എത്തി. വി കെ സദാനന്ദൻ, എം എ ബിന്ദു എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദിൽ പാലോട്, അഷിൻ ഡിയാഗോ എന്നിവർ വിവരങ്ങളുമായി. ആദ്യം ആദിലേക്ക്. അതിൽ ആശാ വർക്കർമാരുടെ പ്രതിനിധികളായി രണ്ടുപേരാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. വി കെ സദാനന്ദനും എം എ ബിന്ദുവും. തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച തുടങ്ങിയോ? മന്ത്രി വി ശിവൻകുട്ടി പല ഘട്ടത്തിൽ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിലാണ് സമരം ചെയ്യേണ്ടതെന്നുള്ള വാദം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ചർച്ചയിൽ? ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലാണുള്ളത്. ഇപ്പോൾ ശിവൻകുട്ടിയും ഇപ്പോൾ ഇവിടെ ചേംബറിലേക്ക് എത്തിയിട്ടുണ്ട്. ചർച്ച തുടങ്ങിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ മന്ത്രിയുടെ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി തന്നെയാണ് ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്, ആശാപ്രവർത്തകർ, സമരക്കാർ തന്നെ ബന്ധപ്പെടുകയും ഒരു ഫോൺ കോൾ കൊണ്ടുപോലും തന്നെ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താമായിരുന്നു എന്നതായിരുന്നു പ്രതികരണം. അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ മന്ത്രിയെ കാണാൻ അനുവാദം തേടി സമരക്കാർ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് സമയം അനുവദിച്ചിരിക്കുന്നത്. 3 മണിക്ക് സമയം അനുവദിച്ചിരിക്കുകയായിരുന്നു. സമരക്കാർ ഇപ്പോൾ ചേംബറിലെത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മന്ത്രിയെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് സമരക്കാർ ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു. അവരിപ്പോൾ മന്ത്രിയുമായുള്ള ചർച്ച നടത്തുകയാണ്. മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് ആശാപ്രവർത്തകരുടെ ഇന്നലെ മുതലുള്ള പ്രതികരണം. കാരണം പല ചർച്ചകൾ, വിഴിഞ്ഞം സമരമടക്കം പല ചർച്ചകളിലൊക്കെ നിർണായകമായ സമവായ ചർച്ചകൾ നടത്തിയിട്ടുള്ള തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ്. ആ നിലയിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ട്. പക്ഷേ എങ്ങനെ ഇത് പരിഹരിക്കുമെന്നതാണ് സർക്കാരിന് മുന്നിലെയും സമരക്കാർക്ക് മുന്നിലെയും കടമ്പ. കാരണം അവസാനം ഒത്തുവന്ന ഫോർമുല പലതവണ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് നടത്തിയ അവസാനവട്ട സമവായ ചർച്ചയിലെ പ്രധാന ഫോർമുല 7,000 രൂപ ഓണററി എന്നത് 3,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 10,000 രൂപയാക്കുക, അല്ലാതെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തൽക്കാലം കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സമരക്കാർ. സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ ഇത് സംബന്ധിച്ച് ഓണറേറിയം വർധന, ഒപ്പം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഇക്കാര്യത്തിൽ ഒരു പഠന സമിതിയെ നിയോഗിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടിയുള്ള പശ്ചാത്തലത്തിൽ ഇത് നടപ്പാക്കുന്ന സംബന്ധിച്ച് വിശദമായൊരു പഠനം വേണം. ഈ പഠന സമിതിയുടെ അധ്യക്ഷനായി മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ വെക്കാം. തൊഴിൽ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതി രൂപീകരിക്കാം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ആ നിർദ്ദേശമാണ് നടപ്പാക്കുക എന്ന നിലയിൽ ആരോഗ്യവകുപ്പ് ഇപ്പോഴും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ പുരോഗതി എന്താവും, ഈ ചർച്ചയിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള ചർച്ചയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ആകാംക്ഷ.